ഹായ് ഗൈസ്, ജാസിയാണ്. അപ്പോൾ ഗൈസ് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ അതുപോലെ തന്നെ സീക്രട്ടേഴ്സിനോടും പിന്നെ അതുപോലെ തന്നെ പബ്ലിക്കിനോടും അന്നത്തെ ലൈവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി റിസൾട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബ്ലഡ് ഡ്രഗ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം നെഗറ്റീവാണ് ഗൈസ്. അപ്പോൾ ഇതിലും എനിക്കറിയില്ല എത്രത്തോളം പ്രസക്തി കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ അന്നും പറയുന്നുണ്ട്, ഏത് രീതിയിലായി കഴിഞ്ഞാൽ ഞാൻ ലഹരി ഉപയോഗിക്കില്ല, ഞാൻ ഒരു കള്ളു കുടിക്കലില്ല, ഒരു സിഗരറ്റ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഒരു സിഗരറ്റ് പോലും വലിക്കുന്നില്ല എന്ന് പറയുന്ന അതുകൊണ്ടാണ്. കാരണം ഞാൻ വലിക്കലില്ല ഗൈസ്, ഞാൻ പണ്ടേ അങ്ങനെയാണ്. അത് ഓൾറെഡി നമ്മളടുത്തറിയുന്ന ആൾക്കാർക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളെ കണ്ട ആൾക്കാർക്കും ഒരു 2 ദിവസം നമ്മളൊപ്പം നിന്ന ആൾക്കാർക്ക് ഉൾപ്പെടെ അതറിയാം. നമ്മളെ ഗ്യാങ് ഹൗസിലാണെങ്കിൽ ശരി, മൂവി ലൊക്കേഷൻസിലാണെങ്കിൽ ശരി, അതൊക്കെ അവിടെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട്. എന്നെ ഒരിക്കലും പേഴ്സണലി അറിയുന്ന ആള് ഞാൻ സിഗരറ്റ് വലിക്കുമെന്നും ഞാൻ ഇതേപോലെ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരിക്കലും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ കണ്ണോണ്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഓക്കെ, ഞാൻ ഇന്നവരെ ആ സാധനം ഒന്നും യൂസ് ചെയ്യില്ല ഗൈസ്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഓൾറെഡി ഇപ്പം മുടീന്റെ ഒക്കെ ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര 90 ദിവസം അങ്ങനത്തെ മുമ്പുള്ള കിട്ടും. പക്ഷെ ഇതൊക്കെ എക്സ്പെൻസീവ് തന്നെയാണ്. ഇതിന് തന്നെ ഓൾമോസ്റ്റ് 4K ആണ്. ഇത് 2 മണിക്കൂർ കൊണ്ട് ഈ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കാണിക്കാൻ പറ്റിയത്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, എന്താ പറയാ, ഇതിനു മുമ്പ് ഞാനും ഷമീറും കൊച്ചിയിലുള്ള സമയത്ത്, അതായത് നമ്മൾ ഒരിക്കൽ ലൈവ് ചെയ്തിട്ട് നീ അതിന് മറുപടി കൊടുത്തതിന് ശേഷം നമ്മൾ പോയിട്ട് ഒരു ഡ്രഗ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ റിസൾട്ട് പിന്നെന്താ നിങ്ങൾ കാണിക്കാതിരുന്നതെല്ലാം ചോദിക്കുന്നുണ്ട് ഗൈസ്. അവിടെ നടന്ന കറക്റ്റ് റിയാലിറ്റി എന്താന്ന് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനത്തെ കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. നിങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമുക്കിത് പൂർണ്ണമായിട്ട് പറയാനും പറ്റുന്നില്ല. ഇനി ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ പറഞ്ഞിട്ട് ഒരു വാല് മുറിഞ്ഞതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ പോർട്രേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അന്ന് സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എന്താ പറയാ, ഒരു ലൈവ് ചെയ്തു, മറുപടി എന്നുള്ള രീതിയിൽ ലൈവ് ചെയ്തു. പിന്നെ അതിന് പിറ്റേ ദിവസമായിട്ട് എന്താ പറയാ, നീ ആദ്യം കേസ് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഡ്രഗ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാബിൽ പോയി. അപ്പൊ ലാബിൽ പോയിട്ട് ഓൾമോസ്റ്റ് 7 ദിവസത്തിന്റെ ഇവിടെ പ്രശ്നം. അപ്പൊ പിന്നെ അതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് പോയിട്ട് ഞാനും ഓനും യൂറിൻ സാമ്പിൾ കൊടുത്തു. അപ്പോ അതിനുശേഷം നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ പിന്നെയാണ് ഈ DGP ഇടപെടുക എന്ന് പറയുന്നതും അത്രത്തോളം ഈ കോൺട്രവേഴ്സിയിലേക്ക് സാധനം പോയി. നമ്മളെ കൈമൊന്നും പോയി, ഇനി അതിന്റെ കൈമൊന്നും പോയി, നമ്മൾ പ്രതീക്ഷിക്കാത്ത വേറൊരു രീതിയിലേക്ക് പോയി. കാരണം ആൾക്കാർ അത്രത്തോളം ഇവരെന്തോ ഡ്രഗിന്റെ വലിയ മാഫിയ വരെ ബേക്കിലുണ്ട്, അങ്ങനെയൊക്കെ കുറെ രീതിയിൽ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്നത് സംഭവം ഒന്നും അതിന്റെ പുറകിലില്ല. എന്നിരുന്നാൽ പോലും പബ്ലിക്കിലേക്ക് സാധനം എത്തിയ സമയത്തും ന്യൂസുകാരെടുത്ത സമയത്തും പിന്നെ DGP ഇടപെടുന്നത്, പിന്നെ ആ രീതിയിലേക്കെല്ലാം സാധനം പോയി. അപ്പൊ പിന്നെ നമ്മളെന്താക്കി, പിറ്റേ ദിവസം നമ്മളെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണമല്ലോ. ഇതാദ്യം നമുക്കിത് അറിയില്ല. അപ്പൊ പിന്നെ വക്കീലിന്റെ അടുത്ത് പോകുമ്പോഴാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളും. അതിന്റെ ഇടയിൽ തന്നെ നീ അതെന്താക്കി, നമുക്കെതിരെ ഒരു അലിഗേഷൻസിന്റെ ഡിഫമേഷന്റെ ഒരു സാധനം ചെയ്തു. ഇതിന് റീപ്ലൈ കൊടുക്കാൻ തന്നെ നമുക്ക് 7K ആയി. സത്യം പറയുകയാണെങ്കിൽ നമ്മളെ കൈമേൽ ആരെടുത്തും പൈസ ഇല്ല മീൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ അറിയില്ല, ചെറിയ രീതിയിലുള്ള പൈസ പോലും നമുക്ക് എടുക്കാനില്ല. പിന്നെ അതിന് ശേഷം ലാബിൽ നിന്ന് ആ ലേഡി വിളിച്ചു. അതായത് നമ്മൾ ഒരു ദിവസം കൊടുത്തു, പിറ്റേ ദിവസം നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു, സാർ പേയ്മെന്റ് ചെയ്യണം, പേയ്മെന്റ് 7K ആണ്. അതായത് ഇവിടെയൊക്കെ 4K ഉള്ളൂ, അവിടെ എന്തുകൊണ്ടാണ് 7K ആയത് നിൽക്കാറില്ല. എന്നോട് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ അതിന്റെ കുറച്ച് വോയിസുകൾ അവർ പറയുന്നതും പിന്നെ ഞാൻ പറയുന്നതും വേണമെങ്കിൽ ഇവിടെ ഞാൻ കേൾപ്പിച്ചുതരാം. 7K ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പിന്നെ എന്താ പറയാ, നമ്മളെ അടുത്ത് പേയ്മെന്റ് ഇല്ല. അപ്പൊ നമ്മൾ 7,000 ഞാനും 7,000 കൊടുക്കണം, ഷമീർ 7,000 കൊടുത്തിട്ടൊക്കെ ഇത് റിസൾട്ട് ചെയ്തിട്ട് വേണോ എന്നുള്ളൊക്കെ ഒരു ഇതായി. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ ചിന്തിച്ച വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഈ തൂഫാന്റെ ഞാൻ ഡയറക്റ്റ് പറഞ്ഞല്ലോ, എന്താ പറയാ, തൂഫാനിന് ആര് വന്നു കഴിഞ്ഞാലും ഓൾറെഡി ബ്ലഡോ ഹെയറോ എന്ത് വേണമെങ്കിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് കോൺഫിഡൻസ് കേസ്, ഞാൻ അന്ന് ഇന്നും എന്നും പറയാണ്, ഞാൻ ഈ ഡ്രഗിലൊന്നും ഇത് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഞാൻ ചെയ്ത ആകെ ഒരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും കള്ളും ഇതെല്ലാം കുടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അവരെ ഇടയിൽ ഞാൻ നിന്ന് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിലുള്ള ആൾക്കാർ, ഓൾമോസ്റ്റ് ഈ വീഡിയോ കാണുന്ന അധികം ആൾക്കാരുടെ ഇടയിലും കൂട്ടുകെട്ടിന്റെ ഇടയിലൊക്കെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, പിന്നെ അത് ശരിയാവും, ഇപ്പത്തെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമായിരിക്കും ഇതൊക്കെ ചെയ്യാന്നൊക്കെ ഉള്ളതിലും പിന്നെ നമ്മളെ കൺവിൻസ് ചെയ്യുന്നതിലും നമ്മൾ എന്താക്കും, അതിൽ നിന്ന് സ്കിപ്പായിട്ടും നമ്മളത് വലിയ നെവർ മെയിൻഡ് ആക്കാണ്ട് അങ്ങ് പോകും. ഞാനും ആ രീതിയിൽ തന്നെ ചിന്തിച്ചത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ വിചാരിച്ച് ഇനി തൂഫാനോ അങ്ങനെ വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അവര് നമ്മൾ എന്താ വെച്ചാൽ അഡ്വാൻസ് ടെസ്റ്റ് എന്താ കാര്യങ്ങൾ വെച്ചാൽ ചെയ്യും 2-3 ദിവസത്തിനുള്ളിൽ. കാരണം അങ്ങനെ കത്തി നിൽക്കുകയായിരുന്നു. അപ്പൊ അത് ചെയ്യും. പിന്നെ എന്തിനാ ഞാനിപ്പോ ചെയ്യുന്നുള്ള ഒരു മൈൻഡും, പിന്നെ 7,000 അതിനായിട്ട് കൊടുക്കണം. അപ്പൊ നമ്മളത് സ്കിപ്പ് ചെയ്തു. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് വോയിസ് ഞാൻ ആ മാഡത്തിനോട് പറയുന്ന ഒരു വോയിസ്, പിന്നെ അതുപോലെ തന്നെ ഈ യൂറിൻ കൊടുത്തിട്ട് പിന്നെ അതിന് ശേഷം നേരെ നമ്മൾ എന്താക്കി, ഓരോരുത്തർ ഓരോ ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ആയിപ്പോയി. കാരണം ഇത് എത്രത്തോളം പ്രശ്നമായി. നമുക്കൊരിക്കലും എന്താ പറയാ, നമ്മളെ ഈ ഗവൺമെന്റ് സിസ്റ്റത്തിനല്ല നമുക്ക് പേടി എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും വന്നിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്, അതായത് പണി കിട്ടുമോ എന്നുള്ളൊരു പേടി കാരണേനും അതിന്റെ ഇടയിൽ അനാൻഷാന്റെ ഒരു ഭാഗത്ത് അതും അങ്ങനെ പോയി, കൈമന്ന് പോയി സാധനം. അപ്പോ
നമ്മളെ ഗ്യാങ് ഹൗസ്, അതായത് നമ്മള് വരാപ്പുഴയല്ല, പിന്നെ സൗത്ത് പറവൂരുണ്ടായ അവിടുന്ന് നമ്മൾ പിന്നെ ആ രാത്രി പിറ്റേ ദിവസം നമ്മളിത് കഴിഞ്ഞിട്ട് എല്ലാവരും ഓടുക ചെയ്തത്. ഓടുക മീൻസ് വെച്ചാൽ ഓരോരുത്തർ ഓരോ ഭാഗത്തേക്ക് പോയി. പക്ഷെ ഞാൻ അന്ന് പോലും ഇതുവരെ ഞാൻ എന്റെ ഫോൺ ഓഫാക്കി വെച്ചില്ല. കാരണം ഇൻ കേസ് പോലീസ് സ്റ്റേഷനിൽ എവിടെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ മറുപടിയും ബാക്കിയുള്ള പ്രൊസീജിയറും ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ ഫോൺ ഓഫാക്കി വെച്ചില്ല. എന്നെ കളമശ്ശേരി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ മഞ്ചേരി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായ മറുപടി കാര്യങ്ങളും നമ്മൾ അവരോട് കൊളാബറേഷൻ ചെയ്തിട്ട് തന്നെ ഞാൻ സംസാരിച്ചിന്. കാരണം ഞാൻ ഒരിക്കൽ സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് പോയാലെന്ന് വരെ ഞാൻ ചിന്തിച്ച്. ഞാൻ എന്നിട്ട് വക്കീലിനോട് വെച്ചു. വക്കീൽ പറഞ്ഞാൽ അങ്ങനെ ചെയ്ത മണ്ടത്തരാണ്. കാരണം അങ്ങനെ പോകേണ്ട ഒരാവശ്യമില്ല. കാരണം നമുക്കെതിരെ നമ്മോട് എന്താ പറയാ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നോട്ടീസ് അയക്കുക, ഇല്ലെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ പോകേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് മുഖാന്തരാണ് പിന്നെ ഞാൻ പിന്നെ പോകാതിരുന്നതും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഡ്രഗ് ടെസ്റ്റ് സ്കിപ്പ് ചെയ്യാനുള്ള റീസൺ അതാണ്, പേയ്മെന്റിന്റെ പ്രശ്നം. പിന്നെ നമ്മൾ കൊടുക്കണമെന്ന് വിചാരിച്ച് ഓൾറെഡി 2 ദിവസം കൊണ്ട് ചെയ്യുമെന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താക്കി, പിന്നെ അത് ചെയ്തില്ല. പിന്നെ അതിനുശേഷം ഓൾറെഡി ഷമീർ ചെയ്തതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പ്രതികരിക്കുന്നില്ല. കാരണം അതെന്താ വെച്ചാൽ പിന്നെ അവന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ പറയട്ടെ. ഞാൻ എന്റെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടിയിട്ടാണ് കേസ് വന്നത്. പിന്നെ ഓൾറെഡി ഇന്നലെ ഇപ്പോൾ ഷമീർ ഡ്രഗ് ടെസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് എന്നെ കണ്ടതും അതുമായിട്ട് ബന്ധപ്പെട്ട സീക്രട്ട് ഏജന്റ് പറയുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ്. ബ്രോ, സീക്രട്ട് ഏജന്റിനോട് എനിക്ക് പറയാനുള്ള വെച്ചാൽ മൂപ്പർക്ക് ഏകദേശം 8 ലക്ഷത്തിന്റെ മുകളിൽ സബ്സ്ക്രൈബ് ഒക്കെ ഉള്ള, കേരളത്തിന് അറിയപ്പെടുന്ന നല്ല പ്രിവിലേജ് ഉള്ള, ഓൾമോസ്റ്റ് എന്ത് കോൺട്രവേഴ്സി വന്നു കഴിഞ്ഞാലും അതിനെ കിഴയിൽ പരിശോധിച്ചിട്ട് എന്താ പറയാ നമ്മളെ വ്യക്തത വരുത്തിയിട്ട് കാര്യങ്ങൾ ആളുകളെ മുമ്പിലേക്ക് ധരിപ്പിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട്, അതായത് വൃത്തിയിൽ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷെ എന്താ വെച്ചാൽ മൂപ്പർ ഇടക്കിടക്ക് എന്നെ പറ്റിയിട്ട്, അതായത് എന്നെ പറ്റി പറയുന്ന വെച്ചാൽ ജാസി വശാണ്, ജാസി കുത്തിത്തിരിപ്പാണ്. ഇന്നലെയും കൂടി ഞാൻ വിചാരിച്ചു ബ്രോ അത് ഇടക്കിടക്ക് പറയുന്ന രീതിയിലായിരിക്കും. പിന്നെ ജാസി വന്നതിന് ശേഷമാണ് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായത്. അപ്പോൾ ഞാൻ അതും കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നില്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വീഡിയോ ഇടണ്ട, ഒന്നും ഇടണ്ട, പോകുന്നിടത്തോളം പോട്ടെ, പിന്നെ എന്താ വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളതാണ്. കാരണം വീഡിയോ ഇടാൻ വേറെ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എല്ലാം പോയിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു പുതിയ ചാനൽ ഞാൻ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന് ഇടുകയാണ്. അപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ബ്രോ എന്തിന്റെ റീസണിലാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നതെന്ന് അറിയില്ല. അതായത് ഇന്നലെ തന്നെ പറഞ്ഞു ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്. ഇന്നലെ ഞാനും ഷമീറും കണ്ടുമുട്ടുന്ന ഒരിക്കലും നമ്മൾ വിളിച്ചിട്ട് ഞാൻ അവിടെ പോകുന്നുണ്ടെന്ന് ഷമീറിനും അറിയില്ല, ഷമീർ വരുന്ന കാര്യം എനിക്കും അറിയില്ല. ഉമ്മ സത്യം ഇട്ടിട്ട് പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കും എല്ലാത്തിനും ഇതിട്ടിങ്ങനെ പറയുന്നതുകൊണ്ട്. പക്ഷെ ഹോണസ്റ്റ്ലി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എന്താ ഗൈസ്, വേറെ രീതിയിൽ നിങ്ങളെ ധരിപ്പിക്കാൻ പറ്റൂലല്ലോ. ഞാൻ സീരിയസ്ലി പറയാണ്, ഷമീർ വരുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഷമീർ എന്താ വെച്ചാൽ പിറ്റേ ദിവസം സീക്രട്ട് ഏജന്റ് അതിൽ പറഞ്ഞ്, അപ്പൊ ഷമീർ പറഞ്ഞ് ഞാൻ എന്തായി കഴിഞ്ഞാൽ 5 മണിക്ക് വരുന്നുണ്ട്. എന്റെ വിചാരം എന്താ 5 മണിക്ക് വരെ വ്ലോഗുമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഓനോലെ വീട്ടിൽ നിന്ന് ഒറിജിനൽ റിസൾട്ട് കാണിക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് വാട്ടർമാർക്കുള്ള കാണിക്കേണ്ടിയിട്ടാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. അത് കാണിക്കുന്നതാണ് എന്റെ ധാരണ. പിന്നെ ഞാൻ എന്തുകൊണ്ട് അവിടെ പോയി എന്നുള്ളത്, ഞാൻ ഇവൻ ഇവിടുന്ന് ചെയ്ത്, അതായത് ഈ കണ്ണൂരിൽ നിന്ന് ഈ ഡ്രഗ് ടെസ്റ്റ് ചെയ്ത് എന്നുള്ളത് ഇവന് ഫസ്റ്റ് വീഡിയോ ഇടുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ പിന്നെ ചോദിച്ചു ഇവിടെ എത്ര പൈസ എന്ന് ചോദിച്ചു. 4000 എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 2 മണിക്കൂർ കൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഡ്രഗ് ടെസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ തയ്യാറാണ്. ഞാൻ പിന്നെ അത് വിട്ട്. കാരണം ഇനി ഞാൻ പറഞ്ഞല്ലോ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കൈമെന്ന് കുറെ പൈസ പൊട്ടിക്കുക എന്നുള്ളത് ഒരു മണ്ടത്തരാൻ തോന്നി. ഇൻ കേസ് പെട്ടെന്ന് ഇതേപോലെ തൂഫാനോ കാര്യങ്ങളോ വന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു. പിന്നെ എന്തുകൊണ്ട് വെച്ചാൽ ഞാൻ പിന്നെ എന്താ പറയാ തൂഫാന്റെ അത് നടക്കുന്നില്ല, ആരും വരുന്നില്ല, ടെസ്റ്റും ചെയ്യുന്നില്ല, സിസ്റ്റം അത്രയും സ്ലോ ആണ്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് ആൾക്കാരുടെ മുമ്പിൽ എന്തായി കഴിഞ്ഞാൽ ഇവരെടുത്ത സമയത്ത് 4000 റുപ്യാന്നും പിന്നെ അതുപോലെ തന്നെ 2 മണിക്കൂർ കൊണ്ട് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഞാൻ അറിയുന്നത്. അങ്ങനെ ഇവനിട്ട് പിറ്റേ ദിവസം ഞാൻ പോയി ചെയ്യാലോ, ചെയ്തിട്ട് ഞാനും ഇവർക്ക് റിസൾട്ട് കാണിക്കുക എന്നുള്ളൊരു ധാരണയിൽ പുറത്താണ് ഞാൻ അവിടെ പോകുന്നതോ ടെസ്റ്റ് ചെയ്യുന്നതും. അവിടെ കയറുന്നവരെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അവരായിട്ട് കോൾ ചെയ്യും, ഞാൻ അവരോട് ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗൂഗിൾ നമ്പർ എടുത്തിട്ട് ഞാൻ അവരോട് ചാറ്റ് ചെയ്യുന്നു. അതായത് ആ ലിയോ ലാബ് എന്ന് പറയുന്ന ലാബിന്റെ അവരോട്. അപ്പൊ ആ സമയത്ത് പോലും ഞാൻ അവിടെ ചോദിക്കുക ഡീറ്റെയിൽസ്, ഇത് എത്ര പാനലുകൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇത് എത്രയാണ്, ഇതിന്റെ ടൈം, കാര്യങ്ങൾ ബാക്കിയുള്ള ഞാൻ അവിടെ ചോദിക്കുക. എനിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചോദിക്കാൻ ഡയറക്റ്റ് ഈ കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ പോലും. പിന്നെ നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്ക്, ഓൾമോസ്റ്റ് എന്താ പറയാ ഷമീറും ഞാനും പിറ്റേ ദിവസം അവിടുന്ന് ഒരുമിച്ച് കണ്ടിട്ട് ഈ രീതിയിൽ ലൈവ് ചെയ്യുന്നതൊക്കെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളത് ഓൾറെഡി നമ്മള്, കാരണം അത് നമുക്ക് തിരിയല്ലോ. കാരണം നമ്മൾ രണ്ടാളും അവിടെ വരുന്നു, അത് ലൈവ് ചെയ്ത ആൾക്കാർ ഇതാക്കുന്നു. അപ്പൊ നിങ്ങളെ ഭാഗത്ത് നിങ്ങൾ ഏതെല്ലാം രീതിയിൽ നമ്മളെ എന്താ പറയുക ഊഹാഭോഹങ്ങളും കാര്യങ്ങളും സംശയങ്ങളൊക്കെ നമുക്കെതിരെ നിങ്ങൾ പറയുന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി അറിയാലോ കേസ്. കാരണം എന്താ പറയാ സ്വാഭാവികമായിട്ടും യൂറിന് അങ്ങോട്ട് മാറ്റി, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ മലദ്വാര അങ്ങനെ സീക്രട്ടിന്റെ ആ രീതിയിലൊക്കെ പറഞ്ഞു. ഞാൻ ഹോണസ്റ്റ്ലി ഒരു കാര്യം പറയാം, അവിടെ വരുന്നതോ ഇല്ലെങ്കിൽ ഞാനവിടെ പോകുമ്പോൾ അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉമ്മ സീരിയസ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പിന്നെ എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതലും പിന്നെ ഒന്നാമത് അന്നത്തെ ലൈവിന്റെ ശേഷം ലൈവ് ഞാനും കണ്ടിരുന്നതിന് എനിക്ക് മൊത്തം ക്രിഞ്ചായി പോയി. കാരണം
ഞാനും അന്നെന്തോ ഒരു ഇമോഷണലായി പോയി കരഞ്ഞപ്പോ തന്നെ എനിക്കൊന്ന് കരച്ചിലാന്ന് തോന്നില്ല ഏതെല്ലോ രീതിയിൽ. കാരണം ഓൾമോസ്റ്റ് ഇത്ര ആളുകൾ കാണുന്നുണ്ട്, ആളുകൾ കാണുമ്പോൾ ഇവരെ അവിടെ നടന്ന സംഭവം ധരിപ്പിക്കുക എന്നുള്ള ഒരു ഇതിൽ എനിക്ക് ഞാൻ പെട്ടെന്ന് ഇമോഷണലി വീക്ക് ആകുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ഞാൻ കരയും, പെട്ടെന്ന് ചിരിക്കും, അങ്ങനത്തെ ഒരാളാണ്. എനിക്കതെങ്കിൽ ചെറിയൊരു സംഭവം വന്നാൽ ഞാൻ പെട്ടെന്ന് കരയും, എന്റെ കണ്ണ് നിറയും. അപ്പൊ ആ രീതിയിൽ ഞാൻ അന്ന് കരഞ്ഞതാ. പക്ഷെ കരയുമ്പോ എന്താ പറയാ, കണ്ടു കഴിഞ്ഞാൽ ഇത് കരച്ചിലാണോ ഇല്ലെങ്കിൽ കളിയാക്കി പറയുന്നതാണോ, അങ്ങനെ അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ സീക്രട്ട് അതിനോട് കാര്യം പറയാനില്ല. കാരണം ഇന്നലത്തെ ഓൾറെഡി ആ സീക്രട്ട് അതിന്റെ വീഡിയോയിൽ ഇടക്കിടക്കേ മൂപ്പര്, എനിക്കൊന്നൊരു പകുതി കഴിഞ്ഞതിന് ശേഷം മൂപ്പര് വീഡിയോയിൽ ഇടക്കിടക്കേ പറയുന്നുണ്ട് ജാസിയാണ് ഇതിനെല്ലാം കാരണം, അതിന്റെ പ്ലാൻ ഇട്ട ജാസിയാണ്, അവിടെ പോയി ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാനും ഇതാണ്, അതുകൊണ്ടാണ് ഇതായി പോയത്. സായിനോട് എനിക്കൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ബ്രോ, ലൈവിൽ ഒരു പക്ഷെ ഞാൻ കോമാളിയോ ഇല്ലെങ്കിൽ പാമ്പോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയായിരുന്നു. കാരണം നെഗറ്റീവ് ക്യാരക്ടർ ലൈവിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടൂ എന്നുള്ളത് ഒരു ബോധ്യം എനിക്ക് നിയാദ് ഉണ്ടാക്കി തന്നുകൊണ്ടാണ് ഞാൻ ആ രീതിയിലായി ചെയ്തത്. ഇല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മനഃപൂർവ്വം നമുക്ക് നമ്മളെ അഭിമാനം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് ഒന്നുമില്ലാത്ത രീതിയിലേക്ക് നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യുമെന്നുള്ളത്? അങ്ങനെ ഒരിക്കലുമല്ല. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും ആളുകൾ എന്നെ ഇങ്ങനെ ഡൗട്ട് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഇവനാണ് എല്ലാത്തിനും റീസൺ, അതായത് ബാക്കിൽ എല്ലാവരും മോണിറ്റർ ചെയ്യുന്ന ഇവനാണ് എന്നുള്ളൊരു ധാരണ വരാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ലൈവിൽ ഉണ്ടായ ഒരു ക്യാരക്ടർ ഇപ്പോഴും റിയൽ ലൈഫിൽ ഉണ്ടെന്ന് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാ. പേഴ്സണലി ഞാൻ പറയാം, ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ അതിൻ്റെ അടുത്തേക്ക് വരുന്നതിൻ്റെ മുമ്പ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നുമില്ല. അങ്ങനെയല്ല. ഞാൻ അതിൻ്റെ അടുത്തേക്ക് വരുന്നതിൻ്റെ 4-5 കൊല്ലം മുമ്പേ, ഒരു 6 കൊല്ലം, അതായത് മൊത്തത്തിൽ ഒരു 6 കൊല്ലം മുമ്പേ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ചാനൽ ഏതാണെന്ന് വെച്ചാൽ എനിക്ക് MP ടെക് ആൻഡ് ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. അതിൽ ഓൾമോസ്റ്റ് ഈ വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ തിരിയായിരിക്കും. ഞാൻ പണ്ട് ഒരു 6 വർഷം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അതിൽ വലിയ റീച്ചോ കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് ഞാൻ പിന്നെ ഏതായിരുന്നു MP ടെക് ആൻഡ് മിസ്റ്റർ മാസ്റ്റർ റോസ്റ്റ്, മിസ്റ്റർ മാസ്റ്റർ റോസ്റ്റ് അല്ല, മിസ്റ്റർ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനൽ ഞാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ മിസ്റ്റർ മാസ്റ്റർ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അത് ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയായിരിക്കും. കാരണം വെച്ചാൽ ഇവിടെ വരുന്നതിന് മുമ്പ് എൻ്റെ റിയാക്ഷൻസിന്റെ ആ ചാനലിൽ പോയി അതിന് ഏകദേശം 45,000-ഓളം സബ് എനിക്ക് ഉണ്ടായതേനും. എനിക്കിപ്പം ഞാൻ അതിനടുത്ത് വന്നിട്ട് അടക്കം മാസ്റ്റർ ജാസി എന്നുള്ള പേജിൽ 28,000-ന്റെ അടുത്ത് സബ് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അതിനടുത്ത് വരുന്നതിന് മുമ്പ് എനിക്ക് ഈ മിസ്റ്റർ മാസ്റ്റർ റോസ്റ്റ് എന്നുള്ളതിന് 35,000-ന്റെ മുകളിൽ സബ് ഉണ്ടായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ ജസ്റ്റ് അതിന്റെ യൂട്യൂബ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുമെന്നറിയില്ല, കാരണം അതിന് 3 സ്ട്രൈക്ക് വന്നിട്ട് അത് പോയിട്ടുണ്ടായി. പിന്നെ അതിന്റെ ഇൻസ്റ്റ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിസ്റ്റർ മാസ്റ്റർ റോസ്റ്റ് തന്നെ തോന്നുന്നു. അങ്ങനെ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് അതിൽ 1-2 മില്യണുള്ള വീഡിയോസും റീൽസും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാൾ തന്നെയായിരുന്നു. അപ്പൊ ചില ആൾക്കാർ വിചാരിക്കും ഇവനൊന്നുമല്ല, ഇവൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവനല്ല. ഒരു വിഭാഗം, അതായത് നിയാദിന്റെ ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഞാൻ എത്തിയത് ഇവന്റെ അടുത്ത് വന്നതിന് ശേഷം തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം ജാസി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ യൂട്യൂബിലുണ്ട്, ഒരു 6K സബുള്ള ഒരു ചാനലാണ്. പിന്നെ ഇവിടെ വന്നതിന്റെ ശേഷമാണ് ഞാൻ MRZ ജാസി പിന്നെ ഇതും ഇൻസ്റ്റയും ഞാൻ തുടങ്ങുന്നത്. അത്യാവശ്യം ഞാൻ ഇന്നും ഞാൻ പറഞ്ഞ വെച്ചാൽ എനിക്ക് ഫെയിമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെതിരല്ല നമ്മൾ സംസാരിച്ചത്. അതായത് നമ്മൾ സംസാരിച്ചതെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എന്ന്, അതായത് നമുക്കിതൊക്കെ കിട്ടി, അതുകൊണ്ട് നമ്മളൊരു രീതിയിലും എതിർക്കരുത്, സംസാരിക്കരുത്. അത് അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ ഉള്ളതുകൊണ്ടും പിന്നെ നമുക്ക് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ് അവിടുന്ന് 6 മാസം മുമ്പേ. അതായത് ഞാൻ തന്നെ ഷൗട്ട് ചെയ്യുന്ന വീഡിയോസ് ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ക്ലിപ്പിൽ ഞാൻ അത് പറയുന്നുണ്ട്, നീ ഇന്നലെ രാത്രി കരഞ്ഞോണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ എനിക്ക് ചെയ്തു തരൂല, ബാത്റൂം ക്ലീൻ ആക്കിയില്ലെങ്കിൽ അങ്ങനെ അതൊന്നും ഇത് എന്നോട് പറഞ്ഞ പണി ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നും ചെയ്തു തരൂല എന്ന് പറയുന്നൊരു ക്ലിപ്പുണ്ട്. അത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, അതായത് ഈ 6 മാസം മുമ്പ് അതായത് ഇൻ കേസ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ലൈവ് ചെയ്യുന്നതിന് മുമ്പ്, ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തല്ലോ, 2-3 ലൈവ് ഞാൻ ആ ഗ്യാങ് ഹൗസ് ചെയ്തല്ലോ, അതിന്റെ മുമ്പ്, അതിന്റെ 2-3 ദിവസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഞാൻ അവിടുന്ന് ഒരിക്കലും എനിക്ക് നിൽക്കാനാവില്ല. ഓൾറെഡി ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിന്റെ ഇടയിൽ ചെപ്പും പരിപാടിയും കാര്യങ്ങളെല്ലാം കേട്ട് ഞാൻ അവിടുന്ന് ഗ്യാങ് ഹൗസ്, ഞാൻ പേഴ്സണലി ഞാൻ ഒറ്റക്ക് ആദ്യം ആ ഗ്യാങ് ഹൗസിന് ഒറ്റക്ക് ഇറങ്ങാന്നുള്ള വ്യക്തി ഞാനായിരുന്നു. ഞാനിടത്ത് പോയി പറഞ്ഞു ഒരു രാത്രി, എനിക്കിനി ഒരിക്കലും ഇവിടെ നിൽക്കാനാവില്ല, ഞാൻ ഇറങ്ങുകയാണ്. ഒന്നും ഉള്ളതുകൊണ്ടല്ല, കാരണം ഇൻ കേസ് ആദ്യമൊക്കെ 1-2 മാസമൊക്കെ പ്രൊമോഷൻ കിട്ടി തുടങ്ങി. പിന്നെ ഒരു മാസം ഒന്നിലും ഒരു പ്രൊമോഷനും കിട്ടും, ഒരു 6,000 ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ തന്നെ എല്ലാ മാസവും കുറി കൊടുക്കണം, 12,000 രൂപ കുറിൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഞാനാണ് എൻ്റെ വീട്ടിൽ മൂത്ത മോന്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ചുമലിലാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ച പോലെയല്ല ഇവിടെ വന്ന് നടന്നത്. കാരണം ഞാൻ വിചാരിച്ച വെച്ചാൽ എൻ്റെ കാര്യങ്ങളും ചെയ്യാം, അതോടൊപ്പം തന്നെ ഓൾറെഡി എൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് എനിക്ക് സ്വന്തമായിട്ട് വ്ളോഗ് എടുക്കാനും പിന്നെ അതുപോലെ തന്നെ ഓരോ കണ്ടന്റുകൾ അവിടുന്ന് യൂട്യൂബിൽ നമ്മൾ റിയാക്ഷൻ കണ്ടന്റുകളും എക്സ്പെരിമെന്റുകളും അങ്ങനത്തെ
നമുക്ക് പലതും ചെയ്യാമല്ലോ, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതേപോലെ ഒന്നല്ല നടന്നത്. എനിക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ അവസാനം മാക്സിമം നിന്നു. ഒരു 6 മാസത്തിന്റെ അടുത്തോളം ഞാൻ നിന്നു, പിടിച്ചു നിന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവുന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെ ഞാൻ നിന്നു. അങ്ങനെ പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് ഒരു രാത്രി, അതായത് എൻ്റെ ലൈവ് തുടങ്ങുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് ഞാൻ നിയാദിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, അത് എനിക്ക് ഒരിക്കലും അവിടെ നിൽക്കാനാവില്ല, ഒന്നും ഉള്ളതുകൊണ്ടല്ല, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതായത് വീട്ടിലെ സാഹചര്യം ഇങ്ങനെയാണ്, ഫിനാൻഷ്യലി ഭയങ്കര ബാഡാണ്. അപ്പം ഞാൻ പോയിട്ട് വേറെ എന്തെങ്കിലും ഒന്നെങ്കിൽ പുറത്ത് പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേ, അതായത് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യേ, അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ഒന്നുമില്ലെങ്കിൽ ദുബായിലേക്ക് പോവാന്നുള്ള രീതിയിൽ. അന്ന് രാത്രി ഞാൻ പോയിട്ട് ഞാൻ അതോട് പറഞ്ഞു, ഞാൻ കരഞ്ഞോണ്ടാണ് ഞാൻ അതോട് പറഞ്ഞത്, ഇനി ഒരിക്കലാവില്ല നീയാതെ. അപ്പൊ നീയാത് പറഞ്ഞു, ആലോചിക്കാം, ഞാൻ പറയാന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസമാണ് അവൻ എന്നാ ഈ ഷൗട്ട് ചെയ്യുന്ന ഇത് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ ലൈവ്, അതായത് അവനക്ക് തോന്നി ഞാൻ എന്തായാലും ഇവിടുന്ന് പോകും, ഇവിടെ നിൽക്കൂല എന്നുള്ളൊരു കാര്യം അവനക്ക് തോന്നിയ സമയത്താണ് എനിക്ക് ലൈവ് ചെയ്തിരുന്നത്. കാരണം എന്നെ പോലെ ഒരു വ്യക്തി അവിടെ നിൽക്കുന്ന സമയത്ത് ഗ്യാങ് വാഴ്സിന് ആദ്യമായിട്ട് ഒരു റീസൺസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് പുറത്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പബ്ലിക് ഏത് രീതിയിൽ കാണുമെന്നുള്ളത് അവൻ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം. കാരണം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കാരണം പുറത്തെ ആളുകളുടെ മനസ്സിലൊരു സംഭവം ഉണ്ടല്ലോ, MRC ഗ്യാങ്ങിന്റെ ഒരു പ്രിവിലേജും പിന്നെ അതുപോലെ നമുക്ക് കിട്ടുന്ന ഈ ലക്ഷങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ധാരണയും പിന്നെ നിയാദിന്റെ ഒരു ബ്രാൻഡ് വാല്യൂ, ഇതൊക്കെ അതിനെന്തെങ്കിലും കോട്ടം തട്ടും എന്നുള്ളതുകൊണ്ടായിരിക്കണം അവന് എന്നോട് ലൈവ് ചെയ്തോന്ന് പറഞ്ഞതും പിന്നെ 2-3 ദിവസം ഞാൻ അടുത്ത് ലൈവ് ചെയ്തതും. ഉള്ളൊരു വേദന എന്താണെന്നറിയോ, ഞാൻ ഇന്നേ വരെ ഒരാളെ ഇപ്പൊ സായി അതിൽ ഇടക്കിടക്കേ പറയുന്നുണ്ട്, വേറെ ആരെങ്കിലും ഇങ്ങനെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. സായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ 8 ലക്ഷത്തിന്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള, ഓൾമോസ്റ്റ് അധിക കാര്യങ്ങൾക്കും എന്താ പറയാ ഇഴകേരി പരിശോധിച്ചിട്ട് ധാരണയോട് കൂടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. മൂപ്പരിങ്ങനെ എന്തിന്റെ റീസണിലാണ് എന്നെ ഇങ്ങനെ ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഇടക്കിടക്കേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള എനിക്ക് മനസ്സിലായില്ല. പിന്നെ സായി ഇതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇവന് ഫ്രോഡാണ്, ഇവന് ഇവിടെ വരുന്നതിന് മുമ്പേ ആളുകളെ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. സായി, എനിക്കൊരു കാര്യം അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ പിന്നെ ആ വ്യക്തിന്റെ പേര് പറയുന്നില്ല, ഒരു വ്യക്തിന്റെ വോയിസ് നിന്റെ വീഡിയോയിൽ നീ കാണിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയും ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നീ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതായത് ഞാനിതിനു മുമ്പ് ഞാൻ എന്തായാലും ഇത്രയും പറഞ്ഞതല്ല, അപ്പൊ കുറെ ആളുകൾക്ക് എന്നെ പറ്റി എത്രത്തോളം കാര്യങ്ങൾ ഉണ്ടാവും, ഞാനിത് പറയാം. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഒരാളെയോ ഒരു സ്ഥാപനത്തിനെയോ ഒരു സർവീസിനോ ഒരിക്കലും നമുക്ക്, ഞാൻ പേഴ്സണലി വ്യക്തിഹത്യ ചെയ്യാൻ അങ്ങനെ നോക്കുന്ന ആളല്ല. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഈ ഒരു കാര്യം പോലും ഞാൻ നിങ്ങളോട് പറയാതിരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അതിൻ്റെ അടുത്ത് വരുന്നതിന്റെ ഒരു വർഷം, അതായത് ഒരു വർഷം ഞാൻ അടുത്ത് വരുന്നതിന്റെ ഒരു വർഷം വരെ ഞാൻ യൂട്യൂബ് കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് അതിനായിട്ടായിരുന്നു. 4-5 വർഷം മുമ്പേ ഞാൻ ഓൾറെഡി തുടങ്ങി വെച്ചിട്ടുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്താക്കി, ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിസിനസ് മീൻസ് സായി പറഞ്ഞൊരു ബിസിനസ് ചെയ്തിട്ട് കുറെ ആളുകളെ പറ്റിച്ചുള്ള രീതിയിൽ പറയുന്നത്. ഇതൊരിക്കലും ഞാൻ പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് അന്ന് ആ ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഞാൻ കമ്പനീന്റെ പേര് വരാം. അതായത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്, മൈലേഷ് എന്ന കമ്പനീന്റെ പേര്. ഞാൻ വർക്ക് ചെയ്ത വിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ ബേസ് ആയിട്ടുള്ള, മട്ടന്നൂർ ബേസ് ആയിട്ടുള്ള റോയൽ ബറ്റാലിയൻ എന്നുള്ള ടീമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇത്ര കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു വ്യക്തിനെ പറ്റിയിട്ടോ അതിന്റെ കാര്യങ്ങളോ ഞാൻ ഒന്നും ഒരിക്കലും പറയൂല. എനിക്ക് അതിൽ സംഭവിച്ചാൽ ഞാൻ 2 കൊല്ലത്തോളം അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേഷനോട് കൂടിയിട്ട്. കാരണം അന്ന് എനിക്ക് എൻ്റെ വയസ്സ് തോന്നുന്നു 18 19 അങ്ങനെ എന്തൊരു വയസ്സാണ് എനിക്ക് അന്ന്. അതായത് ഞാൻ ഒരു കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കോളേജിൽ ഞാൻ ഫുള്ള് പൂർത്തിയാക്കാണ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും കിട്ടാണ്ട് ലാസ്റ്റ് ഇയർ എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് പരിചയപ്പെടുത്തി തരും. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കാരണം എൻ്റെ വീട്ടിൽ മൂത്ത മോന് ഞാനാണ്, എൻ്റെ ഷോൾഡറിലാണ്, നമുക്ക് വേറെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഭദ്രതയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച്, അപ്പോൾ എന്തുകൊണ്ടും നമുക്കൊരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് അങ്ങനെയാണല്ലോ, എന്തുണ്ടെങ്കിലും നമുക്ക് സാധാരണക്കാരാണെന്നുണ്ടെങ്കിലും മാറണമെങ്കിൽ ഒരു ബിസിനസ് വേണം. ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെൽനസ്, കോസ്മെറ്റിക്, ഹോം കെയർ, ഫുഡ് സപ്ലിമെന്റ് അങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. ഞാൻ അപ്പൊ അതുകൊണ്ട് ഇത്ര ഫ്ലോയിൽ തന്നെ പറയുന്നത് വെച്ചാൽ എനിക്ക് വർക്ക് ചെയ്ത് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം, ആളുകൾക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം. അതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും, ഏത് സാധാരണക്കാരും ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മളെ ധരിപ്പിച്ചിട്ട് ഞാൻ അതിൽ ചെയ്ത് ഒരു 2-3 വർഷത്തോളം ഞാൻ അത്രത്തോളം ഹാർഡ് വർക്ക്, രാവിലെ മുതൽ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി വീട്ടിൽ കയറുന്ന രീതിയിൽ, അതായത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, ബാംഗ്ലൂർ, വിരാജിപ്പേട്ട, നാദാപുരം, ഇവിടെയൊക്കെ ഞാൻ ഓടി നടന്ന് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ ഓടി നടന്നിട്ട് ഞാൻ ബിസിനസ് ചെയ്ത് അവസാനം എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നറിയോ? അതിൻ്റെ ഇടയിലേക്ക് ചെറിയ ചെറിയ വരുമാനങ്ങൾ എനിക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളൊരു ലീഡർ ഒരിക്കലും ഈ കമ്പനീനോ ഞാൻ ഈ RB എന്ന് പറയുന്ന ഇതിനെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. കാരണം അവരൊക്കെ ഫുൾ സപ്പോർട്ടായിട്ടുള്ള, ഇപ്പോഴും അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഞാനിപ്പോ ഒരു രണ്ട് കൊല്ലമായിട്ട് അതിനെപ്പറ്റി ഇതാക്കലോ അവിടെ വന്നതിന് ശേഷം അങ്ങനെ അറിയില്ല ഇപ്പൊ എന്താ അതിന്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. കമ്പനീന്റെ കുഴപ്പമോ ഈ വിങ്ങിന്റെ കുഴപ്പമല്ല, ഒരു ലീഡർ, എന്റെ മോളിലുണ്ടായ ഒരു ലീഡർ, ആ ലീഡർ ചെയ്തൊരു കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത്രത്തോളം ലൈഫിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അത്രയും കരയുന്നതും. എനിക്ക് നമ്മൾ പറയില്ല നമ്മളെ ലൈഫിൽ കാണാൻ പറ്റുന്ന ഏറ്റവും ഒരു ബോട്ടം ലെവൽ എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ലീഡർ എന്താക്കിയെന്ന് വെച്ചാൽ
എൻ്റെ വീടിൻ്റെ അവിടെ ഉള്ള നമ്മുടെ മാടത്തിലുള്ളൊരു 3 വ്യക്തികളുണ്ട്. അവരാരതും ഞാൻ പേര് പറയുന്നില്ല. ബ്രദേഴ്സാണ്. അപ്പോൾ ഇവരോട് ഞാനും നമ്മൾ ഓരോ വ്യക്തികൾക്കും ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ സാധാരണക്കാരായ കുറേ ആൾക്കാരെ കാണും. അവരോട് പറയും ഇതിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള രീതിയിൽ ഞാൻ 3 സഹോദരന്മാരെ പരിചയപ്പെടുത്തി കൊടുത്ത്. അത് ഇവർ ടാപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. സാധാരണക്കാരായ ആൾക്കാർ ടാപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ടാപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പൈസ മേടിച്ചു. അവരോട് ബൾക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ അവരിപ്പോൾ സപ്പോർട്ട് ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് ഒരാൾ 3 ലക്ഷം റുപ്യൻ്റെ അടുത്ത് 3.5 തോന്നുന്നു. ഒരു വ്യക്തി 3.5. അപ്പോൾ ഒരു 3, 3, 6, 3, 9 എനിക്കൊന്നൊരു 10-11 ലക്ഷത്തിന്റെ അടുത്തുള്ള പ്രോഡക്റ്റുകൾ എടുക്കുകയും അപ്പോൾ പിന്നെ ഇവർക്ക് ഈ സാധനങ്ങൾ സെല് ചെയ്യാനോ കാര്യങ്ങളൊന്നും ഇതാക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഈ സാധനം വാങ്ങിയതിന്റെ പുറമെ റീറ്റെയിൽ പ്രോഫിറ്റിന്റെ പുറമെ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം എന്ന് വെച്ചാൽ സെയിൽ ടേണർ ബോണസ് എന്ന് പറയും. അതായത് നമുക്ക് ഈ നമ്മൾ കൊടുത്ത പൈസ ഉണ്ടല്ലോ, ഈ പൈസ കമ്പനിയിൽ കയറുമ്പോൾ അതിന്റെ ഒരു സെർട്ടൺ പെർസെന്റേജ് 12% നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനമായിട്ട് വരും. മാസങ്ങൾ കഴിഞ്ഞിട്ട് ഈ പേയ്മെന്റ് കയറുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ വിചാരിച്ചു, നമ്മുടെ മുകളിലുള്ള ലീഡേഴ്സിനോട് സംസാരിച്ച് സാറേ എന്ന സംഭവം നമുക്ക് പേയ്മെന്റ് കയറുന്നില്ലല്ലോ, കാരണം നമുക്ക് പിന്നെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഞാൻ ഇതൊക്കെ പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ എന്തായാലും ഇത് എത്രത്തോളം എത്തി. അപ്പൊ ഞാൻ ഇതും കൂടി എക്സ്പ്ലനേഷൻ പറയാന്ന് വിചാരിച്ചതാണ്. കാരണം അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. അപ്പൊ ഞാനിതൊന്നും നിങ്ങളുടെ മുമ്പിൽ വെട്ടി തുറന്ന് പറയണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. പക്ഷെ ഈ സീക്രട്ട് അതിനെ പോലത്തെ വ്യക്തികൾ കുറച്ച് ആളുകളുടെ മാത്രം കുറച്ച് കാര്യങ്ങൾ കേട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്ന സമയത്ത് എനിക്കിതൊന്നും ഒരു വ്യക്തത വരുത്താണ്ട് വേറെ നിവൃത്തിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഒരിക്കൽ പേയ്മെന്റ് ഇതിന്റെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നില്ല. അതായത് നമ്മളെ കമ്പനി അക്കൗണ്ടിലേക്ക് കയറിയിട്ട് നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും. ഈ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൽ കയറുന്നില്ല, ബിസിനസ് വോളിയം നമുക്ക് കയറിയതായിട്ട് കാണിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ പിന്നെ 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുകളിൽ ഉരുവച്ചാലുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഈ വ്യക്തി ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മാരേജ് ഉണ്ടായിരുന്നു. അപ്പൊ മാരേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പേയ്മെന്റ് ഇദ്ദേഹം മറിച്ചു. ഇത്ര ലക്ഷങ്ങൾ ഉറുപ്പ്യ. എനിക്കൊന്നും എന്റെ 19 വയസ്സോ അങ്ങനെ എന്തോ ആണെന്നാ എനിക്ക് തോന്നുന്നു. എന്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ ഇൻസൈഡും ചെയ്തിട്ട് അത്രത്തോളം രാവും പകലില്ലാണ്ട് ഓടുന്ന ഒരു ടൈമിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം, അതായത് ഈ വ്യക്തികളെ കൊണ്ടുവന്നതിന്റെ മുകളിലുള്ള ലീഡർ ഞാനാണ്. എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്റെ മുകളിലുള്ള ലീഡറാണ് ഈ പണി പറ്റിച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം തന്നെ വേണ്ടപ്പെട്ട ആൾക്കാർ കാര്യങ്ങൾ അറിയിച്ച്, പിന്നെ ഇതൊക്കെ നമ്മൾ പിന്നെ അറിയുന്നത് നമ്മളുമായിട്ട് സംസാരിച്ച് ഇവരുമായിട്ട് ഈ പൈസ മുക്കി ഈ വ്യക്തിയായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കി പൈസ കൊടുക്കാന്ന് പറഞ്ഞു. അതോടുകൂടിയിട്ട് ഞാൻ ആ ബിസിനസ് നിർത്തി. കാരണം ഞാൻ കൊടുക്കണ്ട, അത് അവരായിട്ട് സംസാരിച്ചു. അതായത് ആരാണോ പൈസ മേടിച്ചത് ആ പൈസ മേടിച്ചത് ഈ വ്യക്തികൾ തമ്മിലുള്ള സംസാരിച്ച് കൊടുക്കാന്നുള്ളതിൽ പറഞ്ഞു. കാരണം ഞാൻ ഇതിന്റെ ഇടയിൽ എനിക്ക് റെസ്പോൺസിബിൾ ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് അതൊക്കെ അവരുടേതായ രീതിയിൽ ഇതാക്കി. അപ്പോൾ ഇത് എന്റെ ലൈഫിൽ ആദ്യം നടന്നൊരു ഇൻസിഡൻസ് ആണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുശേഷം ഞാനും എന്താക്കി, എനിക്കും 1.5 ലക്ഷത്തിന്റെ ബാധ്യത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു പ്രായത്തിൽ. എന്നിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പിന്നെയും വേറൊരു വ്യക്തി, അതായത് ഒരു പേര് പറയാൻ ഉദ്ദേശിക്കുന്നത് എ എന്നുള്ളൊരു വ്യക്തി, ആ എ എന്നുള്ള വ്യക്തിയുടെ അടുത്ത് ഇതേപോലെ ഇതിനൊക്കെ സംഭവം എന്താണെന്നറിയോ, ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റ് എടുക്കും, ടീമുകൾ എടുക്കും. അവസാനം ഈ ടീമിന്, കാരണം ഇവരെ ടാപ്പിങ്ങും സാധാരണക്കാരായ ആളുകളായിരിക്കും, ഇവർക്കൊന്നും ഈ സാധനങ്ങൾ സെല് ചെയ്യാൻ പറ്റൂല. ഒരു സുപ്രഭാതത്തിൽ ഇത്രയും 1 ലക്ഷത്തിന്റെ സാധനമൊക്കെ കൈമ കിട്ടിക്കഴിഞ്ഞിട്ട് എങ്ങനെ വെക്കുക? നമ്മളെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസ് ആയി, നമ്മൾ വീട് കയറിയിട്ട് പേസ്റ്റ്, ഹെയർ ഓയിൽ, ഷാമ്പൂ, ഫേസ് വാഷ്, ഫെയർ ക്രീം, അങ്ങനത്തെ കോസ്മെറ്റിക്കും എല്ലാ പ്രൊഡക്റ്റും നമ്മൾ സെയിൽ ചെയ്യും. കാരണം നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സുകാരനാവുന്നൊക്കെ ആ മോട്ടീവ് തലയിൽ അടിച്ചു തന്നിട്ട് നമ്മൾ പിന്നെ അങ്ങനെ ആയി. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു 5-6 ലക്ഷം റുപ്യന്റെ പ്രൊഡക്റ്റ് വേറൊരു ടീമിൽ ഒരു വ്യക്തിന്റെ അടുത്ത് ഇതേപോലെ ടീമിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് അവർക്ക് വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ ലീഡർ തന്നെ ആ പ്രൊഡക്റ്റ് എടുക്കേണ്ടി വരികയും ഓനത് റൂമിൽ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കും ബാധ്യതയുണ്ടായി. അപ്പൊ ആ വ്യക്തി എന്നോട് പറഞ്ഞു, പിന്നെ എന്താ പറയുക, പ്രൊഡക്റ്റുകളുണ്ട്, ഓൾമോസ്റ്റ് ചില പ്രൊഡക്റ്റ് ഒക്കെ ഡേറ്റ് കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊഡക്റ്റ് വേണമെങ്കിൽ വിറ്റോ, നോക്കിയിട്ട് സാവധാനം എപ്പോഴാണെന്ന് വെച്ചാൽ പൈസ തന്നാൽ മതി എന്നല്ലോ. അങ്ങനെ ഞാൻ എന്താക്കി, ഞാനും എൻ്റെ ഒരു സുഹൃത്തും കാരത്തൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂം എടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് പ്രൊഡക്റ്റ് വെക്കുകയും ചെയ്യും. പക്ഷെ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ദിവസം ഒരു 1000 രൂപന്റെ പ്രൊഡക്റ്റാണ് നമ്മളെ കൊണ്ട് വിൽക്കാൻ പറ്റിയെന്ന് വെച്ചാൽ 100-150 റുപ്യാണ് നമുക്ക് ഇതിന്റെ പ്രോഫിറ്റ് കിട്ടുക. വണ്ടി ഒരു സ്കൂട്ടർ കൊണ്ടൊക്കെ നമ്മൾ വിൽക്കാൻ പോകും, ഓരോ വീട്ടിൽ പോയിട്ട് നമ്മൾ പോകും. ബൈക്കിന് തന്നെ ഒരു 100-150 റുപ്യ കണ്ടടിക്കണം. അന്ന് എന്തെങ്കിലും അധികം പൊറാട്ടിയും സാലിനൊക്കെ കഴിക്കും പല ദിവസങ്ങളിൽ നമ്മൾ കഴിക്കുക. അപ്പൊ ഇതിനെല്ലാം കഴിക്കുമ്പോൾ ഒരു 100-200 റുപ്യ തന്നെ ഒരു ദിവസത്തെ 200 വെച്ച് ചവിട്ടി പിടിച്ച് നമ്മൾ ആക്കുന്ന അങ്ങനെ എക്സ്പെൻസ് പോകുമ്പോൾ ഇതിൽ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറെ കാലം വിറ്റ് അവസാനം ഒന്നും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നില്ല, എക്സ്പെൻസും മീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ പിന്നെ കുറെ പ്രൊഡക്റ്റ് എക്സ്പയറി ഡേറ്റും കഴിഞ്ഞ് വിൽക്കാനും പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ തന്നെ എനിക്കൊന്നൊരു 50,000 എന്തോ നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വ്യക്തിയാണ് ഈ സീക്രട്ട് ഏജന്റിനോട് പറഞ്ഞത്, ജാസി എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ അടുത്ത് ഇങ്ങനെ ഇതാക്കി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആക്കിയതാണ്. എന്നോട് ആ വ്യക്തി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, ഞാന്
സായിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സായി എൻ്റെ വോയിസ് ഇട്ടു. എൻ്റെ പെർമിഷൻ ഇല്ലാണ്ടാണ് സായി ആ വീഡിയോയിൽ എൻ്റെ വോയിസ് ഇട്ടത്. അപ്പോൾ അതിനെതിരെ എനിക്ക് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മൾ സുഹൃത്തുക്കളാണ്. ഇന്ന് ചിലപ്പോൾ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറയുന്നതായിരിക്കും. ഇപ്പൊ ഞാനും പിന്നെ ഈ പറഞ്ഞ വ്യക്തി, പേര് ഞാൻ പറയുന്നില്ല, നമ്മൾ ക്ലോസ് ആണ്. ഒരു രീതിയിൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ സായിനോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തമായിട്ട് കാര്യങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ പറയുന്ന ഒരു വ്യക്തിയും എവിഡൻസും തെളിവുകളൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തി, അതിലൊക്കെ അപ്രീഷിയേറ്റ് ഞാൻ ചെയ്യാണ്. പക്ഷെ എന്നെ ഇടക്കിടക്ക് കരിവാരി തേക്കുന്ന രീതിയിൽ, വ്യക്തി ചെയ്യുന്ന രീതിയിൽ എന്തിനാണ് ജാസി പാമ്പാണ് കുത്തിത്തിരിപ്പുണ്ടാക്കി കാര്യങ്ങൾ എന്നെല്ലാം പറയുന്നത്. സായിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സായി, പിന്നെ അതായത് എന്നെ പറയുന്നുണ്ടല്ലോ, പിന്നെ ഞാനാണ് മൊത്തത്തിൽ ഇതിന്റെ ബേക്കിൽ കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത്. ഞാന് ഇവിടെ പറഞ്ഞ കാര്യം അവിടെ പോയി പറയുക, അതായത് കുത്തിത്തിരിപ്പ് മീൻസ് ഈ സംഭവം എവിടെങ്കിലും സായി കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഞാനൊരു കുത്തിത്തിരിപ്പനാണെന്നും ഒരു പാമ്പാണെന്നും വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സായിക്ക് പറയാൻ പറ്റും? ഒറ്റൊരു അപേക്ഷയുള്ള സായി, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതോടുകൂടി കുറെ പാഠങ്ങൾ ലൈഫിൽ നമ്മൾ പഠിച്ചു. കാരണം വെച്ചാല് ഫെയിമിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി, കോമാളിത്തരം കാട്ടിക്കൂട്ടി അവസാനം ഫാമിലീനെ അടക്കം നമുക്ക് അപമാനിക്കുന്ന രീതിയിൽ നമ്മൾ അഭിമാനം വിറ്റിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. എന്തായാലും കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഇതിലൂടെ. അപ്പോൾ ഇനി അങ്ങോട്ട് എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തായി കഴിഞ്ഞാലും എൻ്റെ ഇത് വിറ്റിട്ട്, അതായത് ഓൾറെഡി എനിക്കുള്ള അഭിമാനം വിറ്റിട്ട് ഒരു പരിപാടിക്ക് ഞാൻ ഓൾറെഡി പോയി, ഇനിയില്ല. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒറ്റ അപേക്ഷയുള്ളൂ, ഞാൻ പേഴ്സണലി ഒരാളെയും ഇന്നേ വരെ മനഃപൂർവ്വം വേദനിപ്പിക്കണം എന്ന് വിചാരിച്ച് വേദനിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ല. കാരണം എനിക്ക് അതിനോട് താല്പര്യമില്ല. എൻ്റെ ഇപ്പം കുറച്ച് ദിവസം നിന്ന് ഈ ആരോടാണെങ്കിലും അങ്ങനത്തെ ഏതെങ്കിലും ഒരു ആൾക്കാർ എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. സായി എൻ്റെ ഇപ്പോൾ ഒരാഴ്ച താമസിക്കുക നിൽക്കുക ചെയ്തിട്ട് എനിക്ക് എൻ്റെ അടുത്ത് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഓക്കെ. ഇത് ഒരു പക്ഷേ സായിനോട് എനിക്ക് തോന്നുന്നു നമ്മളെ ഗ്യാങ് ഹൗസിലുള്ള മുനവീർ പറഞ്ഞ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സായി പറയുന്നുണ്ടാവുക. അപ്പൊ സായി, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല, ജസ്റ്റ് മനസ്സിലാക്കണം. പിന്നെ അതായത് വിഷന്നൊക്കെയുള്ള സംഭവം എന്ന് വെച്ചാൽ, ഞാൻ തന്നെ എന്താ പറയാ, ഞാൻ എന്നോട് പറഞ്ഞതാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പിടിക്കണം, ഇത് ആക്കി കഴിഞ്ഞാൽ ഞാൻ എന്താക്കും, അവിടെ ഇടക്കിടക്കേ വന്ന് അലമ്പാക്കും. ഈ ചെറിയ മീശയും താടിയും ലുങ്കിയും ബനിയനൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ തന്നെ വൃത്തി ഉണ്ടാവില്ല ആ ക്യാരക്ടർ. അപ്പോൾ അത് വന്നിട്ട് ഇടക്കിടക്കേ ലൈവിൻ്റെ ഇടയിൽ അടിയാക്കി. അപ്പൊ നീ അത് പറയും നീ വിഷാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്താക്കും, മനഃപൂർവ്വം എന്താ പറയാ, ഈ ഷമീറിന്റെ അടുത്തുള്ള കുറ്റങ്ങൾ നീ അതിൻ്റെ അടുത്ത് പറയും, നീ അതിന്റെ കുറ്റങ്ങൾ ഷമീറിന്റെ അടുത്ത് പറയും. ലൈവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ക്യാരക്ടർ ഞാൻ ഓൾറെഡി എടുത്തതാണ്. കാരണം അങ്ങനെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാവാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊരിക്കലും എൻ്റെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ സായി ഇങ്ങനെ പറഞ്ഞ് ആ രീതിയിൽ ആക്കരുത്. കാരണം ഇന്നലത്തെ ഷമീറിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നീ ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് ഓവർ എന്നെ പറ്റി ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു മറുപടിയോ കാര്യങ്ങളായിട്ടൊന്നുമല്ല, എനിക്കൊരു അപേക്ഷയാണ്. കാരണം വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഞാൻ ഇതിൽ തെളിവുകളോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് എനിക്ക് പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തോ ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു കനമുള്ള പോലെ എനിക്ക് ഇങ്ങനെ തോന്നും. അപ്പൊ പിന്നെ ഞാൻ അന്ന് മുതലും ഇന്ന് വരെ ആയി കഴിഞ്ഞാലും പിന്നെ എന്തുകൊണ്ട് ഈ കോൺട്രവേഴ്സി ഉൾപ്പെടെ വരാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞില്ല 6 മാസം ഞാൻ അവിടുന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. അപ്പോൾ മാക്സിമം ഞാൻ പിന്നെ ഒരു ഹോപ്പ് തന്നു, എല്ലാ കാര്യങ്ങളും ശരിയാക്കും, നമുക്കെല്ലാം വലിയൊരു ബിഗ് പരിപാടി വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പൊ അതൊന്നും നടന്നില്ല. അതിൻ്റെ ഇടയിൽ പിന്നെ നോർമലി പണ്ടത്തോളം തന്നെ കാര്യങ്ങളായി, നമുക്ക് അവിടെ റെസ്പെക്ട് കാര്യങ്ങൾ വേണ്ട രീതിയിൽ കിട്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ വേറൊരു വ്യക്തിന്റെ ഒരു അടി പരിപാടി കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് പിന്നെ അവസാനം എന്തായി കഴിഞ്ഞാൽ ഇറങ്ങാന്നുള്ളത് ഇതായി. പിന്നെ അവസാനം 13 കൊല്ലം ഓരൊപ്പം നിന്നൊരു സുഹൃത്തിനുൾപ്പെടെ ഒരു സാഹചര്യത്തിൽ ഒരു ഇത് ചോദിച്ച സമയത്ത് ഓനെ ഇതാക്കിയത് പോലും പിടിച്ചു വെക്കാന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ ഒറ്റൊരു കാര്യം ചിന്തിച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ എത്ര ആയിക്കഴിഞ്ഞാലും, ഞാൻ വന്നിട്ട് 1 വർഷം ആകുന്നേ ഉള്ളൂ ആ ഗ്യാങ് ഹൗസിൽ. ഇത്രയും വർഷത്തെ പരിചയം ഈ കൂട്ടുകാരും ബോണ്ടിങ് ഒക്കെ ഉള്ള ഒരു വ്യക്തിനോട് ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം എന്നോട് ആ രീതിയിൽ തന്നെ ഉണ്ടാവും. ഇനി അങ്ങോട്ടൊരു 5 കൊല്ലം നിന്ന് കഴിഞ്ഞാൽ. പിന്നെ മാത്രമല്ല, എനിക്കിപ്പോൾ ഓൾറെഡി 24-25 വയസ്സാണ്. അപ്പോൾ 25 വയസ്സാണ്. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് എനിക്ക് എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് പ്രവാസിയായിട്ടും ദുബായി പോയിട്ട് അത്രയും പണിയെടുത്തിട്ട് കുടുംബത്തിനെ പോയിട്ട് ഈ ലെവലിലേക്ക് ആക്കുന്നുണ്ട്. അപ്പം എനിക്ക് പേടി. കാരണം ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കെന്തോ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഈ 5-6 കൊല്ലമായിട്ട് ഈ തന്നെ നിൽക്കുന്ന കാരണം ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം ഇതിൽ നിന്നൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടി നമുക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്, 4 ആൾ നമ്മളെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇത് കൊണ്ട് മാത്രമാണ് ഈ നിൽക്കുന്നത്, വേറെ ഒന്നും ഉള്ളതുകൊണ്ടല്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചാല്, ഇനി ഇതിങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഇതാക്കരുത്. സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ആരെയും തന്നെ കാണണം എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ആൾക്കാർ ചോദിച്ചു, പിന്നെ നീയല്ലേ തെളിവുകൾ ശേഖരിച്ച് എടുത്തു വെച്ചത്, അതിന്റെ ഇതിലാ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിത് ഓൾമോസ്റ്റ് ആദ്യമേ മനസ്സിലായ ഒരു കേസാണ്. എന്തുകൊണ്ട് മനസ്സിലായെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതായത്
ഞാൻ അവിടുന്ന് എന്നെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതും കാണുന്നതും പിന്നെ അതുപോലെ തന്നെ എന്നോടാണ് ഓൾമോസ്റ്റ് എല്ലാ ഇങ്ങനത്തെ പണികളും പറയലും. ഇൻ കേസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങൾ ചില ആൾക്കാർ പറഞ്ഞു നീ ഫുഡ് കഴിച്ചതിന്റെ പാത്രം കഴിയുന്നതുകൊണ്ട് എന്താ ബുദ്ധിമുട്ടുണ്ടോ നിന്റെ പണി അതല്ലേ, അതിലൊന്നുമല്ല നമുക്ക് പ്രശ്നം. പക്ഷെ നമ്മളിതൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു നമ്മളെ എന്താ ഒരു നല്ല വാക്ക് പറയേ ഇല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും എപ്പോഴും ഷൗട്ടിങ്ങും കാര്യങ്ങളും മാത്രമാകുമ്പോൾ നമുക്ക് മടുക്കും, അത് ആരാണെങ്കിലും മടുക്കും. പിന്നെ എന്തുകൊണ്ട് ഇത്രയും കാലം അവിടെ നിൽക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ കൺവീൻസ്. ഇപ്പൊ ചില ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ടാവും, ഭർത്താക്കന്മാർ ഓരോന്ന് ഇവരെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എന്തുകൊണ്ട് ഡിവേഴ്സ് ആകുന്നില്ല? ഡിവേഴ്സ് ആകുന്നില്ല റീസൺ എത്ര എന്നേ ഉള്ളൂ, അപ്പത്തെ ദേഷ്യത്തിൽ ഇതെല്ലാം ആയിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഹോപ്പ് തരും, എല്ലാം ശരിയാവും കാര്യങ്ങൾ. അങ്ങനെ തരുന്ന സമയത്തും പിന്നെ വേറെ കുറെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടും അവർക്ക് ഡിവേഴ്സ് ആവാൻ പറ്റൂല. ഇതേപോലെ തന്നെയാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി അന്ന് നമ്മൾ ലൈവ് ചെയ്തിട്ട് ആ ലൈവ് ടേക്ക് ഡൗൺ ആയി. പിന്നെ ക്ലിപ്പുകൾ ഇറങ്ങുന്നത്, ഈ ക്ലിപ്പുകൾ കണ്ടിട്ടാണ് കുറെ ആൾക്കാർ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കിട്ടിയില്ല, ആ രീതിയിലൊക്കെ വേറെ രീതിയിൽ ഡൈവേർട്ട് ആയി പോയി. അപ്പോ എന്തോ ഒരു ഭാഗ്യത്തിന് കുറച്ചെങ്കിലും എവിഡൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രത്തോളം ചെപ്പും കാര്യങ്ങളും കിട്ടുമ്പോൾ എനിക്ക് ഉറപ്പായി ഇന്നില്ലെങ്കിൽ നാളെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇതിലൊരു സാധനം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എടാ ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ ഈ കുറച്ചെങ്കിലും എവിഡൻസോ കാര്യങ്ങളോ അതായത് ആ വ്യക്തിന്റെ സ്വഭാവ രീതി ആൾക്കാർ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടായത്. അവന്റെ അവസാനത്തെ ആ ലൈവ് കഴിഞ്ഞ് റീപ്ലൈ കൊടുക്കാനോ ഇല്ലെങ്കിൽ വേറെ രീതിയിലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എനിക്ക് തോന്നുന്നുണ്ടോ നമുക്ക് ഈ കേരളത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റൂ എന്നുള്ളത്, നമ്മളെ ഫാമിലിക്ക് ഇറങ്ങി നടക്കാൻ പറ്റൂ എന്നുള്ളത്? സംഭവം നമ്മളെ കൈമൊക്കെ കൈവിട്ടു പോയി, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിപ്പോ ഞാൻ മാത്രമായിട്ടില്ല, ഷമീറിന്റെ അടുത്തുള്ളതുണ്ട്, പിന്നെ നമ്മളെ ഗ്യാങ്ങിലുള്ള ബാക്കിയുള്ള വ്യക്തികൾ എല്ലാവരും ഇത് ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ അന്ന് അതിനെതിരെ നമുക്ക് എല്ലാ രീതിയിലുള്ള ഞാൻ വരുന്നതിന് മുമ്പ് ഉള്ള എവിഡൻസ് അടക്കം ഷമീറിന്റെ അടുത്ത് കാണിക്കുന്നുണ്ട് അതിൽ. അപ്പൊ അവന്റെ ഭാഗത്തു നിന്നുള്ളതും നമ്മൾ എല്ലാവരുടെ നിന്നുള്ളതൊക്കെയാണ് നമ്മളിത് എടുത്തു വെച്ചത്. അതൊരിക്കലും നമ്മൾ ഇടണം എന്നും വിചാരിച്ചതല്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങളായിട്ടില്ല തുടങ്ങിയത്. എനിക്ക് അതായത് ഇത് എന്തുകൊണ്ട് ഇത് ഇടാനുള്ള റീസൺ എന്ന് കൂടി അറിയാം നിങ്ങൾക്ക്. നമ്മളിത് ഒരിക്കലും ഈ സാധനം ഇടൂലായിരുന്നു. അപ്പോൾ ഇടാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തോളം നമ്മൾ സിനിമ ഷൂട്ടിങ്ങിലാണെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഇറങ്ങിയത് ശേഷമുള്ള സംഭവങ്ങൾ ഞാൻ പറയുന്നത്, അതായത് ലൈവ് ഇടാണ്ടായ റീസൺസ് എന്തുകൊണ്ടാണെന്നുള്ളത്. ഒരു 2-3 മാസം നമ്മൾ സിനിമ ഷൂട്ടിങ്ങിലാണ്, അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് അത് പിടിച്ചു. നമ്മൾ ഓൾറെഡി ക്യാമേഴ്സിന് അന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു 3 മാസം മുമ്പേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ നമ്മളെ സ്വന്തം കാര്യങ്ങളായിട്ട് പോവാൻ, നമുക്കൊരു ഗ്യാങ് കൊടുക്കാൻ, നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഷമീർ അവന്റെ വീട്ടിൽ തന്നെ ലൈവ് ചെയ്യാന്നുള്ള രീതിയിൽ അവന്റെ വീട്ടിൽ തന്നെ ലൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നോമ്പിന്റെ ഒക്കെ ഒരു സമയത്ത്. അപ്പോൾ കുറെ കാലം ഞാൻ നമ്മൾ ഷൂട്ടിലാന്ന് പറഞ്ഞു നിന്നു. പിന്നെ റാംബോ ലൈവ് ചെയ്യുന്ന സമയത്ത് റാംബോ പറഞ്ഞു ഷമീർ വീട്ടിൽ നിന്ന് ചെയ്യാണ്, കുറച്ച് മിനിറ്റ് വരും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ കുറെ അങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കി. അപ്പോൾ എല്ലാവരും അങ്ങനെ പിടിച്ചു നിന്നു. പിന്നെ ഒരു സാഹചര്യത്തിൽ ഞാൻ അത് സിനിമക്ക് ഒരു ഷൂട്ടിങ്ങിന് പോയി. ആ സാഹചര്യത്തിൽ നമ്മളെ സിനിമയുടെ ഷൂട്ടിംഗ് ഓൾറെഡി കഴിഞ്ഞു പബ്ലിക്കിനെ അറിയാം. ഇനി ഇവന്മാർക്ക് ഒരു പണിയില്ല, ഇവന്മാർ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി മുതൽ എന്ത് പറയാൻ പറ്റൂല, ഇനി മുതൽ ഇവർ ഷൂട്ടിങ്ങിനാന്ന് പറയാൻ പറ്റൂല. പിന്നെ വേറെ റീസണോ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതായത് നമ്മൾ അവിടുന്ന് ഇറങ്ങിയെന്ന് പബ്ലിക്കിന് മനസ്സിലാവും. പിന്നെ ചില റീൽസോ വീഡിയോസോ ഇടുന്ന സമയത്ത് അതിന്റെ അടിയിൽ കമന്റുകൾ MRC ഗാങ്ങിന്ന് ലെഫ്റ്റ് ആയോ തെറ്റി പിരിഞ്ഞോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓൾറെഡി കമന്റുകളൊക്കെ വരുന്ന സമയത്ത് പബ്ലിക്കിന് ഈ സാധനം അറിഞ്ഞു തുടങ്ങിയെന്ന് ഓൾറെഡി അവർക്ക് മനസ്സിലായി, നമുക്ക് മനസ്സിലായി. അപ്പൊ ആ ഒരു സാഹചര്യത്തില് എന്തായി കഴിഞ്ഞാലും നമ്മളെക്കാട്ടും മുമ്പ് അവരിവിടുന്ന് ഇറങ്ങിപ്പോകാനുള്ള റീസൺസ് ഇതാണെന്നുള്ള ലൈവ് ഇടും എന്നുള്ള കാര്യം നമുക്ക് ഇത് മനസ്സിലായി. അതായത് നീ അതാണ് ആദ്യം ലൈവ് ഇട്ട് ഈ കാര്യങ്ങൾ പറയുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കാര്യങ്ങൾ വ്യക്തത വരുത്താനോ കാര്യങ്ങൾ മനസ്സിലാക്കി കൺവിൻസ് ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യം, അവിടെ ഇങ്ങനെയൊക്കെയാണ് അവിടെ നടന്നെന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താനോ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങി എന്നുള്ള കാര്യം പബ്ലിക്കിനോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചത്. എന്നിരുന്നാൽ പോലും നമുക്ക് ആദ്യം എന്ത് ചെയ്യായിരുന്നു, നമുക്ക് ആദ്യം തന്നെ എല്ലാ എവിഡൻസോ കാര്യങ്ങളോ എല്ലാം ഈ രീതിയിൽ നമ്മൾ ആദ്യം പറയുന്ന വീഡിയോസ് തന്നെ കൊണ്ടുവന്നിട്ട് ഓനക്കൊരു ഇതാ പറ്റാത്ത രീതിയിൽ നമുക്കെല്ലാം പറയായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ അവിടുന്ന് ഇറങ്ങി, നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾക്ക് ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും അങ്ങനെ ആ രീതിയിലൊക്കെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടും പിന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ജസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ടതാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷമാണ് ഇവൻ വന്നിട്ട് ഒരിക്കലും എന്താ പറയാ ആദിലിനെ കൊണ്ട് ഇവൻ അബ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ വെച്ച് നമ്മൾ ഭീഷണിപ്പെടുത്തിയെന്നും പിന്നെ നമ്മൾ ഡ്രഗ് യൂസ് ചെയ്തെന്നും ഞാൻ കഞ്ചാവാന്നും പിന്നെ ഇവരൊക്കെ ഗ്യാങ് ഹൗസിൽ ഡ്രഗ് യൂസ് ചെയ്യും. അങ്ങനെ ഒരിക്കലും നമ്മൾ സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത
നമ്മൾ എന്താ പറയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്ത് അതിന് വ്യക്തമായ എവിഡൻസുകൾ വരുത്തുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഇട്ടുതരികയും ചെയ്ത സമയത്ത് നിങ്ങൾ ഉൾപ്പെടേതായി. അപ്പൊ നമുക്ക് പിന്നെ വേറെ വഴിയില്ല, നമുക്ക് നമ്മളെ ഭാഗം ക്ലിയർ ആക്കി എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്നുള്ളത് പറയാന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഉൾപ്പെടെ ആ ലൈവ് നമുക്ക് ഇടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും കുറച്ചെങ്കിലും എവിഡൻസ് നമ്മളെടുത്ത്, അതും ഈ എവിഡൻസ് ഒക്കെ എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റേത് ഓൾറെഡി ഓട്ടോ റെക്കോർഡ് ആയിരിക്കും കോൾ വിളിക്കുമ്പോൾ എല്ലപ്പോഴും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത സമയത്ത് ഇതിൽ പെട്ടുപോയ കാര്യങ്ങളും കൂടിയാണിത്. ഇതിനായിട്ട് എടുക്കുന്ന മാത്രമൊന്നല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് 24 മണിക്കൂർ ഈ സാധനം ഓൺ ആക്കിയിട്ട് നടക്കല്ല നമുക്ക് അവിടെ പണി എന്നുള്ളത്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഗൈസ്, എല്ലാ രീതിയിലും സംഭവിക്കേണ്ട സംഭവിച്ചു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറയാനോ അതിനെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല, ആർക്കുമില്ല, മടുത്ത്. കാരണം ഇത് അത്രയും പൈസ ചെലവുള്ള പരിപാടിയാണ്. ഇതിന്റെ പുറകെ കേസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പൈസ ചെലവിന്റെ പിന്നെ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാന്നായിരിക്കും. പിന്നെ മനസമാധാനം, അതായത് ആളുകൾക്കൊരു പക്ഷെ നമുക്ക് നമ്മളെ ആ രീതിയിൽ കാണുന്നില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആളുകൾ എന്താ വിചാരിക്കുക എങ്ങനെ ആക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് പുറത്തിറങ്ങാൻ നടക്കാനോ അങ്ങനത്തെ പറ്റൂല. അപ്പൊ അതിന്റെ ഇടയിൽ ഓൾറെഡി ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ടോപ്പിക്കാണ് ഈ സീക്രട്ട് അറ്റാച്ചിന്റെ ഇടക്കിടക്കെ വന്നിട്ട് പാമ്പാണ് കുത്തിത്തിരിപ്പാണ് എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പറഞ്ഞു നേടും. അപ്പൊ സായി ബ്രോ ഒന്നും വിചാരിക്കരുത്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വേറൊരു രീതിയിലല്ല പറഞ്ഞത്. നിങ്ങളിങ്ങനെ ഇടക്കിടക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്നായാലും ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ ഇങ്ങനെ ഇതാക്കുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ഓക്കെ, അപ്പൊ എന്തായി കഴിഞ്ഞാലും കഴിഞ്ഞതും വരാനിരിക്കുന്നതല്ല നല്ലതിനാകട്ടെ. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ വിട്ടുപോയോന്നും അറിയില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്തതിനും ഹെയ്റ്റ് ചെയ്തതിനും എല്ലാത്തിനും, കാരണം ഒരു രീതിയിൽ നിങ്ങളെ കുറ്റം പറയാൻ പറ്റൂല. നിങ്ങൾക്ക് നിങ്ങളെ കണ്ണിൽ കാണുന്നതും നിങ്ങളെ ബുദ്ധിയിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് മറ്റേ നിങ്ങൾക്ക് റീപ്ലൈ ഇടാനും കമൻറ്റ് ഇടാനൊക്കെ പറ്റും. അപ്പോൾ ഒരു കാര്യം ഓപ്പണായിട്ട് ഞാൻ പറയാം, ഒരാൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അച്ഛനും അമ്മക്കും വേണ്ടിയിട്ടുള്ളാണ്ട് വേറൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരമോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ നിങ്ങളൊന്നിനും നിൽക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഞാൻ നല്ല വ്യക്തിയാണെന്നല്ല പറയുന്നത്, അതെന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലേക്ക് പൈസ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളോ പണിയെടുത്തിട്ടോ നിങ്ങളത് ഉണ്ടാക്കുക കൊടുക്കുക. കുറേ കാര്യങ്ങൾ മനസ്സിലായി ഇതോട് കൂടിയിട്ട്. ഞാനിത് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പം ഇനി ഒരിക്കലും എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഭയങ്കര വൾഗറായിട്ട് തോന്നുന്ന കണ്ടന്റ് ഞാൻ ചെയ്യൂല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ എനിക്ക് ഇനി താല്പര്യമില്ല. കാരണം അങ്ങനെ ഇപ്പൊ ചെയ്ത് എത്ര റീച്ചും പൈസ ഉണ്ടാക്കിയാലും എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് നമുക്ക് ഉണ്ടാവില്ല. അയ്യ ഞാൻ എത്രത്തോളം ബൾഗർ കാര്യം ചെയ്തിട്ടല്ലേ കിട്ടിയെന്നുള്ള സംഭവം ഉണ്ടാവില്ല. ബാക്കിയുള്ള കുറേ ആളുകൾ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോസുകൾ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും മാക്സിമിന് നല്ല കണ്ടന്റുകൾ ചെയ്യാൻ ശ്രമിക്കുക. കണ്ടന്റ് ചെയ്യുമോ എന്നുള്ളതൊന്നും അറിയില്ല. ഓക്കെ, ബൈ.